അല്ല ഞാൻ പറഞ്ഞല്ലേ, ഞാൻ എന്നെ സംബന്ധിച്ച് സിനിമ എന്ന് പറയുന്നത് ഒരു ചെറുപ്പം മുതൽ സ്വപ്നം കണ്ട് പിന്നീട് ഒരു ഒരു പ്രായം കഴിഞ്ഞപ്പോൾ പഠിത്തത്തിലേക്ക് മീൻസ് മറ്റൊരു മേഖലയിലേക്ക് ജോലിയിലേക്ക് പോകുമ്പോഴും ഉള്ളിൽ കൊണ്ടുനടന്ന വലിയൊരു പാഷനായിരുന്നു സിനിമ. ഞാൻ 2013 സിനിമയ്ക്ക് വേണ്ടി എൻ്റെ ജോലി വിടുമ്പോഴും എൻ്റെ മുന്നിൽ ബ്ലാങ്ക് ആണ്. പക്ഷെ ഒരേ ഒരു ലക്ഷ്യം, ഒരു ദിവസം ഞാൻ ഈ സിനിമയിൽ എത്തുമെന്നുള്ള അതേ ഒരു ഒരു പാഷൻ ഉള്ളിൽ വെച്ചുകൊണ്ടാണ് 2013 തുടങ്ങിയ എൻ്റെ യാത്ര 2022 എൻ്റെ ആദ്യ സിനിമയായി ഇറങ്ങുന്നത്. അപ്പോൾ ആ 10 വർഷം ഞാൻ കണ്ട സ്വപ്നം അല്ലെങ്കിൽ ഞാൻ എടുത്ത എഫേർട്ട് തീർച്ചയായിട്ടും ഞാൻ ആഗ്രഹിച്ച പോലെ ഒരു ബ്രാൻഡിങ് എനിക്ക് ഉണ്ടാക്കണമെന്ന് കരുതി തന്നെയാണ് ഞാൻ ചെയ്യുന്നത്. അപ്പം ഈ പലപ്പോഴും വിമർശനങ്ങൾ കേൾക്കുമ്പം പറയാറുണ്ട്, ഇയാൾ ഭയങ്കര ഷോ ആണല്ലോ, അവിടെ ചെന്ന് ഇയാളുടെ PR ആണോ അതാണ്. ഞാൻ ചോദിക്കുന്നത്, നമ്മൾ നാളെ ഒരു സമയത്ത് ഇല്ലാതായി കഴിയുമ്പം ഒരു ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് ഇവിടെ ബാക്കി വെച്ചിട്ട് പോകണം. അതിനുവേണ്ടി എല്ലാവരും ജീവിക്കുന്നത്. അപ്പം ഞാൻ എൻ്റെ ഐഡൻറ്റിറ്റി ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനെ വിമർശിക്കുന്നവർ വിമർശിച്ചോട്ടെ. ഈ പറയുന്ന എന്നെ ട്രസ്റ്റ് ചെയ്യുന്ന ഒരു വിഭാഗം സിനിമാക്കാർ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന ആർട്ടിസ്റ്റുകൾ, അല്ലെങ്കിൽ എനിക്ക് ഡേറ്റ് തരുന്ന എൻ്റെ കഥ എടുക്കാൻ തയ്യാറായി നിൽക്കുന്ന ഡയറക്ടേഴ്സ്, പ്രൊഡ്യൂസേഴ്സ്, ഇത് കാണാൻ ആഗ്രഹിക്കുന്ന ജനങ്ങൾ, ഇത്രയും പേരോടുള്ളപ്പം തീർച്ചയായിട്ടും ആ ബ്രാൻഡ് എനിക്കൊരു വലിയ ഒരു എന്താ പറയുക, അതിൻ്റെ ബലം തന്നെയാണ്. തീർച്ചയായിട്ടും അത് കാണാൻ ആഗ്രഹിക്കുന്നവരിവിടെ ഉണ്ടാവും, അല്ലെങ്കിൽ എന്നെ സ്നേഹിക്കുന്ന കുറച്ച് പേരെങ്കിലും ഉണ്ടാവും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. അപ്പോൾ അത് അവർക്ക് വേണ്ടി കുറച്ച് സിനിമകൾ ഞാൻ ചെയ്യും.